എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ആദ്യം തന്നെ ഒരു സുദിനം നേരുന്നു. നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കാണുമല്ലേ? ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കുന്നേ ഉള്ളൂ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്ന് പറയുമ്പം ഇഡ്ഡലി, ദോശ, പുട്ട്, പിന്നെ നൂൽപുട്ട്, കൊഴുക്കട്ട, ചപ്പാത്തിയൊക്കെ ആണല്ലോ. എനിക്കിന്ന് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാവരും കാണണം, ഇതുണ്ടാക്കി നോക്കണം, കഴിക്കണം. എന്താണെന്ന് നോക്കുക സ്പെഷ്യാലിറ്റി. ഇതാ കാണിച്ചു തരാം കേട്ടോ. ഇഡ്ഡലി മാവിൽ നോക്കൂ, ഇത്രയും സാധനങ്ങൾ ചേർക്കണം. ഇതാ ഇഞ്ചി, ഉള്ളി, പിന്നെ കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളക് ആകാം കേട്ടോ. ഞാനിവിടെ കാന്താരിയാണ്. ഇതാ കറിവേപ്പില, ഇഞ്ചി, ഉള്ളി, കാന്താരി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഒരു സ്പെഷ്യൽ ഇലയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ രാമശ്ശേരി ഇഡ്ഡലിയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷേ ഇത് രാമശ്ശേരി ഇഡ്ഡലി അല്ല, പക്ഷേ അതുപോലെ പരന്ന ഇഡ്ഡലി. അത് ഇഡ്ഡലി പാത്രത്തിൻ്റെ നമ്മൾ ആവിയിൽ പുഴുങ്ങുന്ന പലഹാരങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയുള്ള തട്ടില്ലേ, ആ തട്ടിലാണ്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കൂ, കാണൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നോട് പറയണം, കഴിക്കണം എല്ലാവരും കേട്ടോ. ഇതാ ഇഡ്ഡലി പാത്രം. ഇനിയും ഞാൻ അവിടേക്ക് പോകട്ടെ. ഇതാ എന്നെയും ഇഡ്ഡലി പാത്രത്തെയും കാണത്തക്ക പോലെ നമുക്ക് വയ്ക്കാം. എന്നെ കണ്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ കണ്ടു പഠിക്കില്ലേ ഇപ്പം എൻ്റെ മുഖം? നോക്കൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതാ ഇഡ്ഡലി പാത്രം തുറന്നു. ലൈറ്ററൊക്കെ എടുത്തോണ്ട് വരട്ടെ കേട്ടോ. ലൈറ്റർ തപ്പിപ്പോരാ. ഇതാ തീ കത്തിച്ചു. പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം ചൂടാകുന്നതിന് മുമ്പ് വെക്കണം, അല്ലെങ്കിൽ കൈ കൊള്ളും കേട്ടോ. ഇതാ ചേമ്പല, ചൊറിയാത്ത ചേമ്പല ഇട്ട് എടുക്കണം കേട്ടോ. ചൊറിയുന്നൊക്കെ എടുത്ത് ഈ ഇടയ്ക്ക് ഒരു ലേഡി ന്യൂസിൽ പറയുന്നത്, ഇനി ഇത് അമ്മയല്ല, ഇത് കുട്ടിയല്ല. രണ്ടും വയ്ക്കുക. കാരണം എനിക്ക് എളുപ്പം ഇങ്ങോട്ട് എടുക്കാനുള്ള സൗകര്യത്തിൽ ഇതേ കുട്ടി എന്നിട്ട് നോക്കി. കാരണം ഇതത് അത് ആ ഇടയത് കേടുവോ കൊണ്ട് ഞെട്ടി ഒന്നുകൂടെ നോക്കും. ഇത്രയും കൂടെ ഇത് കുത്തി നിൽക്കും. അപ്പോൾ ഇനി ഈ കുഞ്ഞിലയും കൂടി ഇതിലേക്ക് വയ്ക്കുക. സിറ്റ് ഡൗൺ ഹിയർ. ഇനി ഇതിലെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഇതാ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, ചെറിയുള്ളിയോ വലിയുള്ളിയോ ഏതുമാകാം. ഞാൻ പച്ചമുളകിന് പകരം കാന്താരിയാണ്. ഇന്നും മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ദിവസം കൂടെ ആണല്ലോ എൻ്റെ മുറ്റത്തുള്ള കുട്ടികളെയൊക്കെ കാണാൻ ഞാൻ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് മെല്ലെ ഇറങ്ങുകയാണ്. കറിവേപ്പില അപ്പോഴാണ് കോവലെ നിൽക്കുന്നു, കാന്താരി നിറയെ കാണിക്കുന്നു, കാന്താരി നിൽക്കുന്നു. കണ്ട ഒരു കൊല പകുതിക്കാ പഴുത്ത് നിൽക്കുന്നു, അതിനെ വെട്ടി എടുത്തു. അങ്ങനെ എല്ലാം ഉള്ളത്. നോക്കൂ, വെള്ളം തിളയ്ക്കുന്നതിന് മുമ്പ് ഒഴിക്കാം. അത് ഇല വാടിയാൽ പിന്നെ അതിൻ്റെ രുചി പോകും. മാവ് എന്താ ഇഡ്ഡലി മാവ് കോരി ഒഴിക്കട്ടെ. നമുക്ക് എത്ര ഇഡ്ഡലി ആവശ്യമാണോ അത്രയും മാവിൽ ഒഴിക്കാം. ഒന്ന് പരത്തി ഒഴിക്കണേ. 1 2 പരത്തി ഒഴിക്കേ. 2 3. എനിക്ക് 3 ഇഡ്ഡലിയാണല്ലോ വേണ്ടത്. പിന്നെ 3 ഇഡ്ഡലി തന്നെ അല്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിനകത്ത് ഈ ഇലയില്ലേ, അത് ഇലയ്ക്ക് ഇലയാകും, ഇഡ്ഡലിക്ക് ഇഡ്ഡലിയുമാകും. ഇനി നമ്മൾ ഇതിലേക്ക് നോക്കൂ, കറിവേപ്പില, ഇഞ്ചി അരിഞ്ഞത്, കാന്താരി അരിഞ്ഞത്, അരിഞ്ഞത്, ഉള്ളി അരിഞ്ഞത്. ഇതൊരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ് കേട്ടോ. ഇത് ഒരെണ്ണം മതി. ചേമ്പല എല്ലാവരും ഉണ്ടല്ലോ,
ചൊറിയുന്ന ചേമ്പിൻ്റെ ഇലയൊന്നും പോയി എടുക്കരുത് കേട്ടോ. ഈ ഇടയ്ക്ക് കണ്ടു ഒരു ലേഡി എല്ലാ ഇലകളും ദൈവം നമുക്ക് തന്നിരിക്കുന്നു, നമുക്ക് ബോധവും വിവരവും അതും തന്നിരിക്കുന്നു. അത് കല്ലും നെല്ലും അറിയണം. കഴിക്കാവുന്ന ഇല ഇഷ്ടം പോലുള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത തുമ്പയുടെ ഇല പോയി പറിച്ച് കഴിച്ചെന്നും അപകടമായെന്നൊക്കെ ന്യൂസിൽ കണ്ടു. അപ്പോൾ നമുക്ക് കഴിക്കാവുന്ന ഇലകൾ ഉണ്ടോ? അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ്? മാവ് ആദ്യം ഒഴിച്ചു. മാവ് ഉപ്പിട്ട് കലക്കി വെച്ചിരിക്കുകയാണല്ലോ നമ്മൾ. മാവ് ആദ്യം ഒഴിച്ചു. നമ്മൾ ഉപ്പിട്ട് കലക്കി വെച്ചിരിക്കല്ലേ മാവ്, ഇതാ അതാദ്യം ഒഴിച്ചു. ഞാൻ അടച്ചു വയ്ക്കട്ടെ, ആവി പോകും. ഇരിയടാ ക്ലാസ്സിൽ പിള്ളേരോട് പറഞ്ഞു, ഇരിയടാ അവിടെ. പണ്ടൊക്കെ അതൊക്കെ നല്ല ചൂരപ്പടയും കൊടുക്കാറുണ്ട്. ഇരിയടാ അവിടെ, ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയാം. ഇന്നിപ്പം പുഞ്ചിരിച്ചോണ്ടല്ല പിള്ളേരോട് സംസാരിക്കാൻ പാടില്ല എന്നാണ് നിയമം. അതോടുകൂടി ഡിസിപ്ലിനും പോയി, എല്ലാം പോയി. ഇതാ അപ്പം ഇഞ്ചി, പച്ചമുളക്, കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി, ഉള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ അരിഞ്ഞത് ഇനി എല്ലാത്തിലും ഇടണ്ടേ, അത് ഞാൻ ബാക്കി വെച്ചിരിക്കുന്നത്. അത് മാവ് ഒഴിച്ചിട്ട് ആവശ്യാനുസരണം എത്ര ഇഡ്ഡലി വേണം, ഇതിലിപ്പോൾ ഒരു 5 ഇഡ്ഡലി വരെ ഒഴിക്കാം കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ കാരണം ഒരു മാഷക്ക് 5 ഇഡ്ഡലി ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ 4 ഒഴിക്കും ഞാൻ, കാരണം ഇലയുണ്ടെങ്കിൽ. അപ്പോൾ ഇല വെച്ചു, ഒരു അമ്മയില വെച്ചു, പിന്നെ ഒരു കുട്ടിയില വെച്ചു, 2 ഇല വെച്ചു. അതിനുശേഷം അതിനകത്തേക്ക് 3 തവി മാവ് ഒഴിച്ചു. കൊച്ചു തവിക്ക് 3 തവി ഇഡ്ഡലി മാവ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അല്ല ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരുന്നതിന് ഇത്തിരി ഉപ്പ് തിരുമ്മിയിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ഇട്ടു, അടച്ചു വെച്ചു. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിയണമല്ലോ. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് പാകമാകും. അപ്പോൾ നമുക്ക് കഴിക്കാമല്ലോ. ഞാൻ പറയാൻ വന്നത് എന്നാന്ന് വെച്ചാൽ, പിന്നെ ഈ ഇലകളൊക്കെ നമ്മൾ കഴിക്കുന്നു, ഇലകൾ വളരെ നല്ലതുമാണ്. പക്ഷെങ്കിൽ നമ്മളത് നോക്കി ശ്രദ്ധിച്ച് വേണം. ഭക്ഷ്യയോഗ്യമായത് മാത്രം. ആരെങ്കിലും പറയുന്നു പറഞ്ഞാൽ എല്ലാ ഇലയല്ല, എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്ത് കഴിക്കുന്നത് കണ്ടിട്ടുള്ള ഇലകൾ മാത്രമേ നിങ്ങൾ. ഇപ്പം കുറേ ആൾക്കാർക്ക് അറിയാത്ത ഒരു ഇലയാണ്, അറിയാം പക്ഷെങ്കിൽ ഭക്ഷ്യയോഗ്യമാണെന്ന് അറിയില്ല. അതായത് കൊടിത്തൂവ, കടിത്തൂവ എന്ന് പറയും. കടിത്തൂവ എന്നുള്ളത് പലർക്കും അറിയില്ല ഭക്ഷ്യയോഗ്യമാണ്, പക്ഷെ വളരെ പോഷകമൂല്യമുള്ള ഒന്നാണ് കടിത്തൂവ. പക്ഷേ അതിൻ്റെ കടി മീൻസ് ചൊറിച്ചിലുള്ളത് കൊണ്ടാണ് അതിനെ കടിത്തൂവ എന്ന് പറഞ്ഞത്. പക്ഷേ അതിനെ ചൊറുതണവുമുണ്ട്, ഇതുമുണ്ട്. ചൊറുതണം കഴിച്ച അപകടം തന്നെ ചൊറി, ഭക്ഷ്യയോഗ്യമില്ല. അതേസമയത്ത് ഇതിൻ്റെ ചൊറിച്ചിൽ മാറ്റാൻ പലർക്കും അറിഞ്ഞുകൂടാ. കഴിഞ്ഞ കൊല്ലം ഞാനൊരു വീഡിയോ ഇട്ടു, ഒരുപാട് ആളുകൾ അത് കണ്ടായിരുന്നു. പിന്നീട് പലരും ഇപ്പോൾ ഇടുന്ന കാണുന്നുണ്ട്, പക്ഷെങ്കിൽ ആരും ഇതിൻ്റെ ചൊറിച്ചിൽ മാറാനുള്ള മാർഗങ്ങളൊന്നും പറയുന്നത് കണ്ടില്ല. ഒരു ലേഡിയൊന്നും കണ്ടു അത് അങ്ങനെ വെച്ച് കൈ വെച്ച് അരിയുമ്പോൾ കഷ്ടപ്പെട്ട് ഇത് പറിച്ചുകൊണ്ട് കത്രിക കൊണ്ട് ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക്, ഇതുപോലെ ഏതുപോലെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ വീട്ടിലുള്ള പാത്രത്തിലേക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ഇടണം, തൊടാതെ. എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് ഒരല്പം ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള വെള്ളം, ഒരുപാട് ചൂട് വേണ്ട കേട്ടോ, ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച്, ഒരുപാട് ചൂടായ ഇല വാടിപ്പോവും. ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് അവിടെ ഒന്ന് മുക്കി വയ്ക്കുക, ഒഴിച്ച് വയ്ക്കുക. നമ്മുടെ കൈക്ക് പൊള്ളലേക്കാതെ കൈക്ക് പറ്റുന്ന രീതിയിലുള്ള ചൂട് മതി കേട്ടോ. എന്നിട്ട് അതിനെ നമ്മൾ അവിടെ അമർത്തി അവിടെ വയ്ക്കുക, വെള്ളത്തിൽ താത്തി വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് എടുക്കൂ, ഒട്ടുമേ ചൊറിച്ചിൽ കാണുകയില്ല. ആളുകൾക്ക് ചൊറിത്തൂവ അല്ലെ കടിത്തൂവ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചൊറിച്ചിൽ തോന്നും അല്ലേ, പക്ഷെ അത് പാവമാണ്, നല്ല ഗുണമുള്ളതാണ്. അപ്പോൾ നമ്മുടെ അതൊക്കെ ആകട്ടെ. ഞാൻ ഈ നൈറ്റിയെ ഈ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഇത് നോക്കൂ, ഇത് എനിക്ക് ഫുള്ളും കാണിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈയൊക്കെ കണ്ടില്ലേ, ഇത് ഇങ്ങനൊരു പൈപ്പിംഗ് ഒക്കെ വെച്ച്, ഇത് ശ്രീലങ്കയിൽ നിന്ന് എടുത്ത നൈറ്റിയാണ്. അവരുടെ ഇതാണ്, ഫ്രണ്ട് ഓപ്പണുമാണ്. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, നൈറ്റിയൊക്കെ ഇപ്പോൾ ഇതിലൊക്കെ നല്ല നൈറ്റി നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെങ്കിൽ നല്ലതായത് കേട്ടോ.
ഞാനിപ്പോൾ വയസ്സായ അമ്മയാണ്. ആ സമയത്ത് കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കേണ്ട അമ്മമാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ പെൺകുട്ടികൾക്കൊക്കെ ഈ ഓപ്പൺ ഇവിടെ ഉണ്ട് ഫ്രണ്ട് ഓപ്പണെങ്കിലും ഇത് നല്ലതാണ് കേട്ടോ, നല്ല കോട്ടണുമാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ചൈന ട്രിപ്പ് പോയി, എൻ്റെ മക്കളും കുടുംബവും ഞാനും കൂടെ. അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ ശ്രീലങ്ക വഴി ആണ് തിരിച്ചു വന്നത്. ഫ്ലൈറ്റ് ശ്രീലങ്കയിൽ വന്നിട്ടായിരുന്നു. ശ്രീലങ്കയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടാതെ വന്നു, കിട്ടിയില്ല, അത് പോയി അപ്പോഴത്തേക്ക്. അപ്പോൾ കമ്പനി തന്നെ അറേഞ്ച് ചെയ്ത് തന്നു ഞങ്ങൾക്ക് താമസ സൗകര്യമില്ല. ഞാൻ എൻ്റെ മക്കളെ, എൻ്റെ കുഞ്ഞമ്മയുടെ മോളെ, അവിടെ അമ്മായിയമ്മ, അവിടെ ഹസ്ബൻഡ്, അവിടെ മോള് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ. ഞാൻ അതിനിടെ ഇഡലി നോക്കിയതാണ് കേട്ടോ. പിന്നെ മാഷെ നോക്കിയതാ. മാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മാഷക്ക് ഇൻകൺവീനിയൻസ് വേണ്ടല്ലോ. മാഷക്ക് ഇതിലൊന്നും പെടാൻ ഇഷ്ടമില്ല. ഞാൻ രഹസ്യമായിട്ടൊക്കെ 1-2 പ്രാവശ്യം മാഷ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങളുടെ പിന്നെ ലഗേജ് എല്ലാം പോയി കഴിഞ്ഞിരുന്നല്ലോ, കൂടെ പോയി കഴിഞ്ഞിരുന്നല്ലോ. ഡ്രസ്സെല്ലാം ആ ലഗേജിലല്ലേ ഇരിക്കുന്നത്. മരുന്ന് മാത്രം ഭാഗ്യത്തിന് ഞാനും പിന്നെ മറ്റേ വയസ്സായ ലേഡി കുഞ്ഞമ്മയുടെ മോടെ, പേരൊന്നും പറയുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, കുഞ്ഞമ്മയുടെ മോടെ അമ്മായിയമ്മയും എല്ലാ മരുന്നുകളെല്ലാം ഞങ്ങൾ ബാഗിൽ വെച്ചു, ഹാൻഡ് ബാഗിൽ. എല്ലാ ഡ്രസ്സുകളും കടത്തി വിട്ടില്ലേ. അപ്പോൾ ആ ഇട്ടിരുന്ന ഡ്രസ്സ് മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. പിള്ളേരൊക്കെ അതുകൊണ്ടൊക്കെ കഴിച്ചു കൂട്ടി. ഒരു പിറ്റേ ദിവസം 10 മണിയോടുകൂടി ഞങ്ങൾക്ക് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തു, ഒരു ഫുൾ ഡേ അവിടെ. അപ്പോൾ അന്നേരം തന്നെ ഞങ്ങൾ ഒരു വാഹനമൊക്കെ എടുത്തിട്ട് അവിടെ എല്ലാം ശ്രീലങ്ക മുഴുവനും ചുറ്റി കണ്ടു ആ ഒരു ദിവസം. അപ്പോൾ ഡ്രസ്സില്ലല്ലേ ഞങ്ങൾക്ക്, അമ്മമാർക്ക് രണ്ടിനും. മറ്റേ കുട്ടികളൊക്കെ അവരൊക്കെ ചുരിദാർ നോക്കിയല്ലേ, അവരതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ സാരിയല്ലേ, ത്രൂ ഔട്ട് സാരി കൊടുത്ത് നിൽക്കാനും പാടില്ലേ വയസ്സായവർക്ക്. വയസ്സായവർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് സത്യം പറഞ്ഞ ചുരിദാർ. ഞാൻ ഈ ചൈനയിലും തായ്ലൻഡ് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ സാരിയിൽ നിന്ന് വ്യതിചലിച്ചിട്ടേ ഇല്ല. ഇപ്പോഴാണ് ഇപ്പോൾ എനിക്ക് അസുഖങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് സാരി വാരി ചുറ്റി ഒരു കൈ സാരിയിൽ ഒരു കൈ എവിടെ പിടിക്കാൻ വയ്യ. അതുകൊണ്ട് ചെയ്തൊരു പരിപാടിയായി ചുരിദാറിലേക്ക് വന്നപ്പോൾ 2 കൊല്ലം ആകുന്നുള്ളൂ. അപ്പോൾ വാരണാസി പോകാൻ നേരത്താണ് ആദ്യമായിട്ട് ചുരിദാർ ഇട്ടത്. അവിടെ കുറേ പുണ്യസ്ഥലമാണെങ്കിലും കുറച്ച് ദുഃഖട സ്ഥലങ്ങളുമുണ്ട്. അവിടെയൊക്കെ നടക്കണ ഈ സാരി കൊണ്ടൊന്നും പറ്റിയല്ല, പിടിച്ചോണ്ടൊക്കെ ഒന്നും മേടും കാടൊക്കെ. വാരണാസി പുണ്യസ്ഥലം എന്ന് പറഞ്ഞാലും അത്രയും പാപം ചെയ്തവരെ അവിടെ എത്തിപ്പെടുള്ളൂ. കാരണം അത്രയും ബുദ്ധിമുട്ടാണ് അവിടെ കേട്ടോ. അന്ന് പോയോണ്ട് പോയി. അയ്യോ, അവിടുത്തെ കാഴ്ചകളൊക്കെ ഇപ്പോഴും വിഷമമാണ്. ഞാൻ കാട് കയറിപ്പോയതുകൊണ്ട് ഞാൻ കാട് കയറുന്നില്ല. സംയമനം നടത്തട്ടെ, മനസ്സ് സംയമനം നടത്തട്ടെ. അപ്പോൾ കുട്ടികൾ അവിടെ ഏതോ ഒരു കടയിൽ പോയിട്ട്, എൻ്റെ മകനും കുഞ്ഞമ്മയുടെ മരുമോനും കൂടെ പോയിട്ട് 2-3 മാക്സി എടുത്തു തോന്നും, നൈറ്റി. അതാണിത്, ഇതിൻ്റെ കഥ അതാണ്. എന്നിട്ട് ഞങ്ങളെ 2 പേരെ, ഞങ്ങൾ രണ്ടും എൻ്റെ മരുമോളുടെ അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. 3 സ്ത്രീകളെ ഈ നൈറ്റി പിടിച്ച് നിർത്തിയിട്ട് അവരിങ്ങനെ ഫോട്ടോ എടുത്തു. അവരൊരു അടിക്കുറിപ്പ് ഇട്ടു. വൃദ്ധസദനത്തിൽ 3 പേര് ഒരേപോലെ ഡ്രസ്സ്, ഒരേപോലുള്ള നൈറ്റികൾ എടുത്തുകൊണ്ട് വന്ന്. അങ്ങനെ ഞങ്ങൾ, അതാണ് ഇതിൻ്റെ ഒരു കഥ കേട്ടോ. പാരമ്പര്യമുള്ള നൈറ്റിയാണ് ഇത്. ഞാൻ ഈ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് അത് ഇടാറേ ഇല്ല. അപ്പം ഇന്നൊന്ന് ഇട്ടതാ. അതാണ് അതിൻ്റെ കഥ. നമ്മുടെ ഇഡലി ഒന്നും ആയിട്ടില്ല. അപ്പോൾ അത് കാരണം നിങ്ങൾക്കൊക്കെ പിന്നെ ഇഡലിയോ പുട്ടോ ചപ്പാത്തിയോ, ചപ്പാത്തിക്ക് രാവിലെ ആരും നിൽക്കില്ല അല്ലേ. ഇത് വേഗട്ടോ ഇടുന്നത്. അങ്ങനെയൊക്കെയുള്ള കഥകളാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. നമ്മുടെ വയനാട് സഹോദരങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ, പുതിയ പാത്രങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അതോ
ഇന്നലെ ഞാൻ കണ്ടു ഒരു ലേഡി, എനിക്ക് അവരുടെ പേര് മറന്നുപോയി. അവരുടെ വീട്ടിലെ ഷെൽഫിൽ മുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന പുതിയ പാത്രങ്ങളും എല്ലാം ഇങ്ങനെ കൊടുത്തയക്കുന്നു അവിടേക്ക്. അവർക്ക് തൽക്കാലം പെരുമാറാൻ അവിടെ ചെന്ന വീട് ഒക്കെ കിട്ടി, വാടക വീട്ടിലേക്കല്ലേ ഇപ്പം ആദ്യം പോകുന്നത്. അപ്പോഴവർക്ക് പെരുമാറാനുള്ള, പാചകം ചെയ്യാനുള്ള പാത്രങ്ങൾ, നല്ല പുതിയ പുതിയ പാത്രങ്ങൾ ആ ലേഡി ഒരാൾ വന്നു എല്ലാം അടുക്കി 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 വെച്ച്, ബോക്സ് പൊട്ടിച്ചിട്ട് പോലുമില്ല. എല്ലാം എന്തൊക്കെയാണെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അത്ര എല്ലാം കൊടുത്തു, ഒന്നും വയ്ക്കാതെ. അതുപോലെ ഡ്രസ്സുകളോ ഒക്കെ അലമാരിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടല്ലോ, ഉപയോഗിക്കാത്തത് കൊടുക്കണം, ഉപയോഗിച്ചൊന്നും ആർക്കും കൊടുക്കരുത് കേട്ടോ. അതൊക്കെ കൊടുക്കണം നമുക്ക് സാധിക്കുന്ന പോലെ. നമ്മുടെ പരിസരത്ത് ഇത് എത്തിക്കാനുള്ള ഇഷ്ടം പോലെ ഏജൻസികളുണ്ട്. അവരെ ഒരു ഫോൺ ചെയ്ത് അവർ വന്ന് ഒക്കെ കളക്ട് ചെയ്ത് അവർക്ക് കൊടുത്തോളും. ഡ്രസ്സൊക്കെ ആകുമ്പോൾ അവിടെ എത്തുമല്ലോ, പാത്രങ്ങൾ എല്ലാം എത്തും. അപ്പോൾ അവരുടെ ഒന്നും ആരും ഒന്നും എടുക്കില്ല. എങ്കിലും നീചന്മാരുണ്ട് അവിടെ. അതിനിടയിൽ കൂടെ പോയിട്ട് അവരുടെ ഓർണമെൻറ്റ്സും ഒക്കെ മോഷ്ടിച്ചൊന്നും കേട്ടോ ആരൊക്കെയോ. അതേസമയത്ത് എത്ര പേരാണ് ജീവൻ കൂടെ പണയപ്പെടുത്തി അവിടെയൊക്കെ പിന്നെ ഇത് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയും അവിടെ പുനഃസൃഷ്ടിക്കുന്നതിനും അവിടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്താൻ എത്ര പേരാണ് ആ മഴയത്ത് ആ ചെടിയിലും മണ്ണിലും പോയത്. ആ മഹാമനസ്കതയ്ക്ക് നമ്മൾ നമസ്കരിക്കണം. അതേസമയത്ത് അതിനിടയിൽ കൂടെയും പോയിട്ട് ദുരിതേശത്തിൽ പോയവരുണ്ട്, എല്ലാം പ്രതിക്കൊണ്ടുപോയി. ഇത് അല്പമാത്രം, ഇവിടെ ഒരു അല്പമാത്രമായിട്ടുള്ള വിശ്രമവേളയാണ് ഇവിടെ. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടം വിട്ട് പോകേണ്ടതാണ്. പിന്നെ ഇതൊക്കെ എന്തിനാണെന്നാണ് എടുത്തുകൊണ്ട് പോകുന്ന പാപികൾ. അങ്ങനെയുള്ള കഥകളും ഉണ്ട്. അപ്പോൾ ഇഡ്ഡലി ആയിട്ടില്ല, ഇല എളുപ്പം വേവും. പിന്നെ നമ്മുടെ എന്തുവാ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ വേവില്ലേ. അത് കാരണം കൊണ്ടാണ് ടീച്ചർ ഇത്രയും കഥകളൊക്കെ നിങ്ങളോട് പറയുന്നത്. വലുതൊക്കെ നിങ്ങളോടൊന്നും സംസാരിക്കണമല്ലോ അല്ലേ? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാനൊരു സംസാരപ്രിയയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും കുറച്ച് കവിതകളിലേക്കൊക്കെ ഞാൻ പ്രവേശിക്കാം കേട്ടോ. ഇവിടെ രാമായണ മാസമൊക്കെ കഴിയാൻ പോവല്ലേ. കൊല്ലം ഞാൻ എല്ലാ കൊല്ലവും ഞാനൊരു 17-18 വർഷമായിട്ട് മുഴുവനും വായിച്ച് തീർക്കുന്ന ആളാണ്. കൊല്ലം എനിക്കത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ വിഷമമുണ്ട്. ഒരു 2-3 ദിവസം, ഒരു 6-7 ദിവസം കുറച്ച് വായിച്ചു. അത് ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല. ഇത് പറഞ്ഞു വന്നപ്പോൾ അങ്ങ് ഓർത്തു പോയതാ. നമ്മളുടെ അവിടെ പോയി ആ നീചമായ പ്രവൃത്തികൾ ചെയ്തവരോട് ഞാൻ പറയുക, ചക്ഷുശ്രവണകളസ്തമാന്തർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ജീവിതം ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചക്ഷുശ്രവണകളസ്തം. പാമ്പിൻ്റെ കഴുത്തിൽ അകപ്പെട്ട തവളയുടെ അവസ്ഥയാണ്. ചേരയുടെ തൊണ്ടയ്ക്ക് വരെ എത്തി. അപ്പോഴും ഇങ്ങനെ വയ്ക്കുക ഭക്ഷണത്തിന് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിവിടുന്ന് എല്ലാം വിട്ട് പോകാൻ പോവുകയാണെങ്കിൽ നമുക്ക് വാരിക്കൂട്ടണം. ഇവിടെല്ലാം ഇവിടുന്ന് ഉപേക്ഷിച്ച് പോകണ്ടെന്ന് അറിഞ്ഞിട്ടും നോക്കൂ, പാവം പിടിച്ച് അവരുടേതൊക്കെ പെറുക്കിയെടുക്കാൻ പോയതല്ലേ. എന്തോ എനിക്കതിൻ്റെ മറന്ന് ഞാൻ ബാക്കിയൊക്കെ ഞാൻ ഇത്തിരി തിരിതാക്കട്ടെ. ലക്ഷ്മിയും ഞാനതിൻ്റെ തിരിതാക്കാൻ പോയതിൻ്റെ കേട്ടോ. അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും അധ്രുവം. ലക്ഷ്മി, മഹാലക്ഷ്മി, ഐശ്വര്യങ്ങളെല്ലാം അസ്ഥിരമാണ്. ഇവിടെ ഒന്നും ശാശ്വതമല്ല. എങ്കിലും ഞാൻ അന്നൊരു കവിത പറഞ്ഞില്ലേ, പാടിയില്ലേ, പാടുമല്ല കവിത ചൊല്ലിയില്ലേ, നശ്വരമായ ഈ പ്രപഞ്ചം അനശ്വരമായി മുന്നോട്ട് പോകുന്നു. കാരണം ഒന്ന് പോയാൽ അടുത്ത് ഉണ്ടാകുകയാണ്. പൂക്കളായാലും മനുഷ്യനായാലും എല്ലാം, ചരാചരങ്ങളായാലും എല്ലാം. അപ്പോൾ പിന്നെ വന്യസന്തപ്ത ലോകസ്ഥാംബുബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണഭംഗുരം
പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദിയിൽ കൂടി എനിക്ക് മറന്നുമല്ല, രാമായണത്തിലെ വരികളാണ് പറയുന്നത് കേട്ടോ, മറന്നു, ചിലതൊക്കെ മറന്നു, കുറേ അറിയാം. പിന്നെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. നദിയിൽ കൂടി ഇങ്ങനെ വെള്ളപ്പൊക്കത്തിലെ ഒഴുകിപ്പോകുന്ന കാഷ്ടം മീൻസ് കോഴിക്കാഷ്ടവും മറ്റു കാഷ്ടങ്ങളൊന്നുമല്ല, കാഷ്ടം വിറക് കഷ്ണം, നദിയിൽ കൂടി ഒഴുകുന്ന വിറക് കഷ്ണം പോലെ. ആലോചിച്ചൊക്കെ അത്രേ ഉള്ളൂ. അതുപോലെ പാന്തർ പെരുവഴിയമ്പലം, വഴിപോക്കരെ പണ്ടൊക്കെ ദൂരയാത്ര പോകുമ്പോൾ വഴിയിലൊക്കെ ഇങ്ങനെ സത്രങ്ങൾ കെട്ടിയിടും. ഒരു ദിവസം 2 ദിവസം, അന്നൊന്നും വാഹനങ്ങളില്ല, ഇപ്പോഴത്തെ ഫ്ലൈറ്റും ഒക്കെ മിനിറ്റ് കൊണ്ട് എത്തുന്നത്. അന്ന് വാഹനങ്ങളൊന്നും ഇല്ലല്ലോ, ട്രെയിനില്ല, ഓട്ടോറിക്ഷ ഒക്കെ ഇപ്പോഴടുത്ത കാലത്തല്ലേ ഉണ്ടായ. ഒരു വാഹനവും ഇല്ല. അന്നേരം എല്ലാവരും ശബരിമലയ്ക്കും ഒക്കെ പോകുന്നു, ഏത് ദൂര രാജ്യത്ത് പോകുന്നു നടന്നാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളായിട്ട് അന്നത്തെ രാജാക്കന്മാരൊക്കെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, സത്രങ്ങൾ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ എല്ലാം നമ്മൾ ഒരുപാട് സ്ഥലത്തെ ആളുകൾ ചെന്നിട്ട് ഒരു സത്രത്തിൽ ഇരിക്കുകയല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞ് കുറേ ക്ഷീണം കഴിയുമ്പോൾ അവരവിടുന്ന് വിശ്രമം കഴിഞ്ഞിട്ട് അവരവിടുന്ന് വീണ്ടും യാത്രയാകുന്നു പല വഴിക്ക്. എന്നുപോലെ ആലയ സംഗമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലെ ഈ ജീവിതവും വഴിയാത്രക്കിടയിൽ അല്പമാത്രമായ സൗഹൃദം, അല്പമാത്രമായ സമയത്ത് സത്രത്തിൽ യോജിച്ച് വെച്ച് പിരിഞ്ഞു പോകുന്ന പോലെയുള്ളൂ. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ ആഴവും വ്യാപ്തിയും ഒക്കെ സമയവും ഒക്കെ. നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ, ഇപ്പം നദിയിൽ കൂടെ ഒഴുകുന്ന തടി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി ചലിച്ച് ചുഴി പോയി പെടുമല്ലേ. അല്ലാതെ നേരെ അല്ലല്ലോ അത് ഒഴുകുന്നു, അങ്ങോട്ട് വളരെ ഇങ്ങോട്ടും എന്ന് പോലെ. ഇതേ ഉള്ളൂ മനുഷ്യ ജീവിതം. ലക്ഷ്മണോപദേശത്തിലെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ഞാനത് തുടക്കം പോലും അങ്ങ് മറന്നുപോയി. അതുകൊണ്ട് ലക്ഷ്മണ, ഈ ലോകത്തിലെ ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ഒന്നും ആഗ്രഹിക്കേണ്ട. വനവാസത്തിന് പോകുമ്പോൾ ജ്യേഷ്ഠൻ പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ലക്ഷ്മണൻ ഉപദേശിക്കുന്നതാണ് അല്ലേ. എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു കുട്ടികളെ. സകല ശുഖകുല വിമല തിലകിത കളേവരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതിസാദരംഗാപുസ്ത ലീലകൾ കേട്ടാൽ മതിവരാ. കിളിമകളോടതിസരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയുമഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. അങ്ങനെ കുറച്ച് വരികളൊക്കെ ഓർമ്മയിൽ തങ്ങിയതൊക്കെ രാമായണത്തിലെ ഈ പുണ്യദിനങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലണമല്ലോ. അടുത്ത വർഷം ഭഗവാൻ ആയുസ്സും ആരോഗ്യവും തന്നാൽ മുഴുവൻ വായിക്കും, നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. എന്നെപ്പോലല്ല, നിങ്ങൾക്ക് നല്ലോണം ചൊല്ലാനൊക്കെ അറിയും. ഞാൻ അങ്ങനെയൊക്കെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ മക്കളെ സംഭവം. അപ്പം നിങ്ങളെൻ്റെ പുതിയ ചുരിദാർ അല്ല എൻ്റെ നൈറ്റി, ഈ നൈറ്റിക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ട് നിങ്ങൾക്ക് അറിയോ? അതായത് ഈ നൈറ്റിക്ക് 10 വർഷത്തെ പഴക്കം, 10 വർഷത്തെ പഴക്കമുള്ള നൈറ്റിയാണ്. എൻ്റെ പൊന്നുമോൻ അവന് ഇങ്ങനെ എവിടെയെങ്കിലും അവർ പോവുകയാണെങ്കിൽ എല്ലായിടും കൊണ്ടുപോകും. അപ്പോൾ ആരോഗ്യം പോയി, അവരെ ധിക്കരിച്ചു. അവർ ദുബായ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടാക്കാതെ ഞാൻ ഫെസ്റ്റിവൽ തന്നെ കാണുന്നത്, ദുബായ് ഫസ്റ്റ് കാണണമെന്ന് പറഞ്ഞ് ഓടിപ്പോയതുകൊണ്ടാണ് എനിക്ക് വയ്യാഴിയൊക്കെ വന്നതുമൊക്കെ. കുട്ടികളുടെ കൂടെ അല്ല നമ്മളെങ്ങും പോകരുത്, കുട്ടികളുടെയോ ഹസ്ബൻഡിൻ്റെയോ കൂടെ അല്ല. ഞാൻ വാരണാസി പോയത് ഞാനും മാഷും കൂടെ. മാഷുക്ക് ഒരുപാട് ഫ്ലൈറ്റ് യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വാരണാസി പിന്നെ എങ്ങനെയൊക്കെ പോകാനുള്ള ആഗ്രഹം കൊണ്ട് വന്നതാണ്. അല്ലെങ്കിൽ മാഷ് ഫ്ലൈറ്റ് യാത്ര ഒഴിവാക്കും. അങ്ങനെയാണ്. അപ്പം മക്കളെ, ഇത്രയും നേരം നിങ്ങളെൻ്റെ ഈ അർത്ഥശൂന്യമായ വാക്കുകൾ കേട്ടിരുന്നില്ലേ? നിങ്ങളോട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. നമ്മുടെ ഇഡ്ഡലി എന്തായെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കട്ടെ, ഈ മൈക്കിൻ്റെ പൊസിഷൻ എനിക്ക് പൊന്നു മക്കളെ എനിക്ക് അറിയുന്നില്ല ഇപ്പോഴും
കേട്ടോ. ഞാൻ നോക്കട്ടെ അതെന്തായാലും. അതിൻ്റെ കൂടെ എൻ്റെ ശരിക്കുള്ള ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പിന്നെ മൈക്ക് അതിൻ്റെ അത് പോയി, മൈക്കിൻ്റെ പിന്ന് പോയി. അത് കാരണം ഞാനിപ്പം ഒരു ലോങ് വയറുള്ള മൈക്കാണ് എടുത്തിരിക്കുന്നത്, വലിയ സ്റ്റാൻഡ് പോവുക. അതിൻ്റെ പൊസിഷൻ ഒട്ടും അറിയില്ല. കണ്ടോ നിങ്ങൾ? എന്താ കേൾക്കുവിൻ കൂട്ടരിയെ പറഞ്ഞ് കണ്ടോ എൻ്റെ ഇഡ്ഡലി. ഈ ഇഡ്ഡലി നമുക്ക് ഞാൻ പാത്രം എടുക്കട്ടെ കേട്ടോ. ഒരു കൂട്ടാനും വേണ്ട ഇതിന്. എന്താ ഈ ഇഡ്ഡലിക്ക് ഒരു കൂട്ടാനും വേണ്ട. ഞാൻ എടുത്തോണ്ട് വരട്ടെ. ഈ ഇഡ്ഡലിക്ക് ഒരു കൂട്ടാനും വേണ്ട. അണക്കട്ട് പിടിക്കും, അണച്ചു. ഞാനിത് ശകലമേ നിങ്ങളെ തിന്ന് കാണിക്കുള്ളൂ എന്നറിയോ. ഞാനിത് കുറച്ച് നിങ്ങളെ കഴിച്ച് കാണിക്കുള്ളൂ എന്നറിയോ. എനിക്ക് ഇൻസുലിൻ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇത്തിരി എടുത്ത് നിങ്ങളെ കാണിക്കും കേട്ടോ. ഇലയൊക്കെ വെന്തു. ഇതാ ഇങ്ങോട്ട് വയ്ക്കട്ടെ ഇല. ഇത് മുളകും കൂടി എടുക്കട്ടെ. ഇതിന് ഒരു കൂട്ടാനും വേണ്ട കേട്ടോ. ഇതാ ടീച്ചർ കഴിച്ച് കാണിക്കാം. ഇത്രേ കഴിക്കുന്നുള്ളൂ. എന്നാ അറിയോ, ഇൻസുലിൻ എടുത്തിട്ടില്ല. ഇൻസുലിൻ എടുത്തിട്ടാണെങ്കിൽ പിന്നെ മുഴുവനും കഴിച്ചു തരും. അതൊക്കെ ഉള്ളൂ, 3-4 ഉള്ളൂ. നല്ല ചൂട്. അസല് ചൂട്, നല്ല ടേസ്റ്റ്. അതോ നല്ല രുചിയാ. നിങ്ങളൊക്കെ ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിതൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള എൻ്റെ മാലയും മൈക്കും മാലയും കൂടെ കുരുങ്ങി കിടക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. വയസ്സായ അമ്മയില്ല. ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ വല്ല കമൻറ്റ് വിട്ടേന്നില്ലേ. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഇൻസുലിൻ എടുക്കും കേട്ടോ. ഇത്രയും നേരം എന്നെ സഹിച്ച എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് സ്നേഹം. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചുകൊണ്ടല്ലേ ഈ ചാനൽ തുടങ്ങി. എനിക്ക് ചാനൽ തുടങ്ങാനും കൂടി അറിഞ്ഞുകൂടാ. ഞാൻ ഈ ഗൂഗിളിലൊക്കെ എന്തൊക്കെയോ പരതിയാണിത് ഒപ്പിച്ചെടുത്തത്. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ആരുടെ സപ്പോർട്ടൊന്നുമില്ല. ഇവിടെ ആർക്കും താല്പര്യമില്ലാത്ത ആളുകളാണ്. എനിക്കുള്ള ഇഷ്ടം കൊണ്ട് മാത്രം ഞാനിത് തുടങ്ങിയ. അന്നേരം ഞാൻ വിചാരിച്ചൊരു 10 വീഡിയോ ഇടാൻ പറ്റുമെന്നും വിചാരിച്ചില്ല. ഒരു 10 പേരെന്നെ കാണാനുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പം എത്ര 1 ലക്ഷത്തി എത്രയോ 1.5 ലക്ഷത്തിനടുത്ത ആളുകൾ വ്യൂസുണ്ട്, വ്യൂവേഴ്സുണ്ട്. പിന്നെ 1300 സംതിങ് 1400-നടുത്ത് സബ്സ്ക്രിപ്ഷനും ഉണ്ട്. ഈ വീട്ടിൽ ഈ അടുക്കളയിൽ ഇരുന്നുണ്ട്. ആലോചിച്ചൊക്കെ ടീച്ചർക്ക് ഈ പാചകവും പിന്നെ എന്തെങ്കിലും നല്ലൊരു കവിതയല്ലേ, പിന്നെ ഇങ്ങനെയുള്ള ഇതില്ലാത്തൊരു വർത്തമാനം അത്രയല്ലേ ഉള്ളൂ ടീച്ചർക്ക്. അല്ലാതെ പുറത്ത് പോയി വീഡിയോ പിടിക്കാനോ അതിനൊന്നും ഇവിടെ ഇപ്പോൾ ആങ്ങളുടെ മോൻ്റെ കല്യാണമാണ് അടുത്ത ആഴ്ച. വയ്യെങ്കിലും പോവുകയാണ്. വയ്യാഴിയൊക്കെ മാറ്റി പോകും. കാരണം ആ ബ്രദറാണ് എൻ്റെ 3 മക്കളെ വെളിരാജ്യത്ത് കൊണ്ടുപോയി ഇത്രയും രക്ഷപ്പെടുത്തിയെടുത്തത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് നമുക്കുള്ള സൗഭാഗ്യങ്ങളെല്ലാം അതുകൊണ്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ ഒരേ ഒരു മകനേ ഉള്ളൂ. മകളുണ്ടായിരുന്നു, ഉണ്ടായിരുന്നല്ല, മകളുടെ കല്യാണം കഴിഞ്ഞു. അവൾ ദുബായിൽ എൻജിനീയറാണ്. ഇവിടെ ഈ എൻജിനീയറിംഗ് കോളേജിലാണ് അവൾ പഠിച്ചത്. ഒരു മോനും ഒരു മോളുമാണ്. അപ്പം ഞാൻ അതിന് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആരോഗ്യമൊക്കെ വീണ്ടും എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ എടുത്തുകൂടെ. ഇന്നും കുട്ടികൾ കൂടേണ്ട എനിക്കൊന്നും സാധിക്കില്ല. ഇവിടെയും പിള്ളേരുള്ളപ്പോൾ ഇതൊന്നും ചെയ്യുകയല്ലേ. ഞാനിപ്പോൾ മാഷ് കുളിക്കാൻ പോയ ഒരാൾക്കിനായിട്ട് എടുക്കുന്നു കേട്ടോ. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടും കുടുംബമായിട്ടൊക്കെ നിന്ന് എടുക്കുമ്പോഴാണ് അതിന് നമുക്ക് കാണികൾ ഇഷ്ടം പോലെ ഉണ്ടാവുക അല്ലേ. എങ്കിലും ഈ ഇത്രയുമുള്ള ഒരു കോപ്രായം കാണിച്ചിട്ട് പോലും എന്നെ ഇത്രയും പേര് സ്നേഹിക്കുന്നു. ഇന്ന് വരെ ഒരാളൊരു മോശം കമൻ്റ് ആട്ടെ ഇതെന്താ അതാ ഒരു പെൺകുട്ടി, അതെനിക്ക് ആരാന്നൊക്കെ അറിയാം, ഞാൻ പറയുന്നില്ല എന്നോട്. പക്ഷെ അവരൊക്കെ കാണിക്കുന്ന പോലെ ഇല്ല. അവരവരുടെ മുത്തശ്ശിമാരെയൊക്കെ കൊണ്ട് കാണിപ്പിക്കുന്ന പോലുള്ള ഗോഷ്ഠികളിലൊന്നും കാണിക്കാൻ, അതൊക്കെ കാണാൻ ആളുകൾ ഇഷ്ടം പോലാണെന്ന്.
നമുക്ക് നമ്മുടെ പ്രായത്തിനും നമ്മുടെ ആ പൊസിഷനും ഒക്കെ അനുസരിച്ചുള്ള കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാതെ കോമാളിത്തരമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അറിയാത്ത കാര്യത്തിൽ നിൽക്കണം എന്തോ ഒരു പെൺകുട്ടി ഞാൻ തുടങ്ങിയ സമയത്ത്, ഇപ്പോഴല്ല. നമ്മളെന്തിനാ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇപ്പോൾ പ്രത്യേകിച്ച് വയസ്സായ അമ്മ അവർക്ക് ആകുന്ന ഇത്രയും ചെയ്ത് എനിക്ക് ഒരാൾ പോലും എനിക്ക് മോശമായ ഒരു കമൻസ് ഒരു കമൻറ്റ് ഇട്ടിട്ടേ ഇല്ല. അതിലെനിക്ക് നിങ്ങളോടൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിലൊരുപാട് അപാകതകളുണ്ടെന്ന് എനിക്കറിയാം. ഞാനൊരു ഹൈസ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറും സീനിയർ മോസ്റ്റ് ടോപ്പിലിരുന്ന ആളാണ്. പക്ഷേ ഏറ്റവും സീനിയർ ഞാനായിരുന്നു നമ്മുടെ സ്കൂളിൽ. അതുകൊണ്ട് എൻ്റെ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഒരു തർക്കം, അത് എൻ്റെ വിഷയം തന്നെ ഞാൻ മര്യാദയ്ക്ക് എനിക്ക് അറിയുമോ, നല്ല ടീച്ചറാണെന്നൊക്കെ പറയാറുണ്ട്, കേട്ടിട്ടുമുണ്ട്. പിന്നെ നന്നായിട്ട് കവിതയൊക്കെ ചൊല്ലുന്നൊക്കെ പണ്ട്. ഇപ്പം എനിക്കതൊക്കെ മാറി, എൻ്റെ ശബ്ദം എല്ലാം പോയി. അപ്പം നമുക്ക് പരിമിതികളുണ്ട്. ഞാൻ അത്ര വലിയൊരു സംഭവമൊന്നും അല്ലല്ലോ. പിന്നെ ഈ 77-ാം വയസ്സിൽ എന്തിനാ എപ്പോഴും 77 പറയുന്ന പിള്ളേർ വഴക്ക് പറയാറുണ്ട്. പിന്നെ വയസ്സിൽ 17 ചുരുക്കോടെ ഞാനെല്ലാം ചെയ്യുന്നില്ലേ. അപ്പോൾ അതല്ലേ വലിയ കാര്യം. അതുകൊണ്ട് ആരും ഒന്നും മോശമായി എന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, കുട്ടികളെ എനിക്കിതൊന്നും അറിയില്ല, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുകയാണ്, തുടക്കത്തിൽ പറഞ്ഞതാണ്. നിങ്ങളാരും പിള്ളേർ പറഞ്ഞു, അമ്മയെ പലരും പല കമൻറ്റുകളൊക്കെ ഇടും, അമ്മയ്ക്ക് അതൊന്നും താങ്ങാനുള്ളൊരു സഹിക്കാനുള്ളൊരു മനഃശക്തിയുള്ള ആളല്ല, വെറുതെ ഇതിൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തു. എന്നെ ആരും ഒന്നും ഇതാകരുത്, പറയരുത്, ഒന്നും മോശമായിട്ട് ചിത്രീകരിച്ചാൽ എനിക്ക് വിഷമമാകും, നിങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യമല്ലത്, ഞാനെന്ന് ആഗ്രഹം കൊണ്ട് ചെയ്യുക ഞാൻ പറഞ്ഞു. ഒരാൾ പോലും ഒരു പെൺകുട്ടി അതാരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ ശിക്ഷ അവർക്ക് കിട്ടണ്ടല്ലേ, പ്രായമായ ഒരാളിനെ ഇൻസൾട്ട് ചെയ്തതിൻ്റെ ശിക്ഷ അവർക്ക് കിട്ടിക്കോട്ടെ. ഞാൻ ശിക്ഷയും കിട്ടണ്ട, അവർ മനസ്സിലാക്കിക്കോട്ടെ. മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഇത് പറഞ്ഞതാണ്. കാരണം അത് കാണുന്ന ഒരു 10-22 വയസ്സുള്ള ഒരു പെൺകുട്ടി അത്ര വലിയ സംഭവമൊന്നുമല്ല, അതിനെക്കുറിച്ച് പറയാനേ. അപ്പോൾ അവരവരുടെ മുത്തശ്ശിമാരെ ഇട്ട് തുള്ളിക്കുന്ന പോലെ നമുക്ക് പറ്റുകയില്ല, നമ്മുടെ പിള്ളേരെ ഒന്നും നിൽക്കുകയുമില്ല. പിന്നെ നമ്മുടെ ഒരു പാഷനേ ഉള്ളല്ലോ, എൻ്റെ പാഷൻ, ഞാനിത് ചെയ്യുന്നു. ടീച്ചിങ്ങും കുക്കിങ്ങുമായിരുന്നു എൻ്റെ പാഷൻ. പിന്നെ ഇതിപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യുന്നു. പറഞ്ഞു വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോയി കേട്ടോ, സോറി. നന്ദി, നമസ്കാരം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളുടെ കമൻറ്റ് കാണാൻ, ലൈക്കില്ലേലും വേണ്ടില്ല, നിങ്ങളുടെ കമൻറ്റ് കാണാനാണ് വായിക്കാനുമാണ് ഇഷ്ടം. അത് നോക്കി ഞാനിങ്ങനെ ഇരിക്കും കമൻറ്റ് വായിക്കാൻ. പക്ഷെ കാര്യമായിട്ട് എല്ലാവരും കണ്ടുപോയി എൻ്റെ പടപട വർത്തമാനം കേട്ട് പോകുന്നതേ ഉള്ളൂ. അല്ലെ ആരും കമൻറ്റ് ഇടുന്നില്ല, നല്ലതോ കെട്ടതോ. അപ്പോൾ ആ പെൺകുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായെങ്കിൽ അതും രേഖപ്പെടുത്താം മക്കളെ, അതിനൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. അതുള്ളത് അല്ലേ പറയുന്നത്. പിന്നെന്താ, എനിക്ക് ടെക്നിക്കൽ സൈഡൊന്നും അറിയാത്ത ആളാണ്. അപ്പോൾ ആ പെൺകുട്ടി ടെക്നിക്കൽ സൈഡൊക്കെ വലിയ PhD ഒക്കെ എടുത്ത ആളായിരിക്കാം. അതുകൊണ്ടായിരിക്കും എന്നെ അറിയാത്ത പണിക്ക് നിൽക്കണമെന്ന് ചോദിച്ചു. എനിക്കത് വല്ലാത്ത വിഷമം. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ചോദിച്ചു, അതാണ് രസം. അപ്പോഴെനിക്കൊന്നുകൂടെ ഉന്മേഷത. വിമർശനമാണല്ലോ പ്രസ്ഥാനം വളർത്തുന്നതല്ലേ. ആ കുട്ടി അത് ചോദിച്ചുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ആ കുട്ടിയോട് ഞാൻ വലിയൊരു നന്ദി പറയുന്നു. അതിന് എല്ലാ നന്മകളും കൊടുക്കട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. കുട്ടിയല്ലേ, അതിൻ്റെ വിവരക്കേടുകൊണ്ട് പറഞ്ഞ 10-22 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം കേട്ടു. നിങ്ങൾ ഈ ഇഡലി ഉണ്ടാക്കി എല്ലാവരും കഴിക്കണം. നിറയെ കമൻറ്റ് വാരിക്കോരി ചൊരിയൂ മക്കളെ. എനിക്ക് വയ്യ. പിള്ളേരെവിടെയൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് ഈ അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കും. അവർ ചോദിക്കട്ടെ. ശരി, ഓക്കെ, ബൈ.